ഒരാഴ്ചക്കപ്പുറം ഈ പോലീസിനെ വെട്ടിച്ചു നടക്കേണ്ട സ്ഥിതിയിലേക്ക് എംഎൽഎ നിയമക്കുറിപ്പ് പെടും എന്ന് ഉറപ്പിക്കാനായിരിക്കണം നമ്മുടെ സമരം. നമുക്ക് വലിയ ലക്ഷ്യങ്ങളാണുള്ളത്. ജനങ്ങളെ ഈ വിഷയത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ നേരിടുന്നത് എന്നും അവരോട് പറയേണ്ട സത്യങ്ങൾ എന്താണ് എന്നതൊക്കെയാണ് ഇന്നത്തെ ഈ സമരത്തിന്റെ ആദ്യ ദിവസത്തിൽ നിന്ന് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്. എങ്ങനെയാണ് ഈ സമരം മജീദ് കാന്തപുരം എംഎൽഎ എന്നുള്ള ഒരു എംഎൽഎയുടെ ഓഫീസിന് നേരെ മാത്രമായി ഇന്ന് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ അരങ്ങേറുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. കേരളത്തിലെ 140 എംഎൽഎമാരുണ്ട്. 98 പേരും എൽഡിഎഫിന്റെ എംഎൽഎമാരാണ്, മുഖ്യമന്ത്രി അടക്കം 20 മന്ത്രിമാരടക്കം. ബാക്കി 41 പേര് യുഡിഎഫിന്റെ എംഎൽഎമാരാ. ഒരാൾ പിന്നെ എവിടെയാണ് അനക്കും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല. അതവിടെ വിട്ടിട്ട് അതെല്ലാം നമ്മുടെ വിഷയം. ഈ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഒരേ ഒരു എംഎൽഎയുടെ ഓഫീസിന് പേര് മാത്രം എന്നൊരു പ്രത്യക്ഷ സമരം നടക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉത്തരം തേടുന്നത്. ഇനി അതൊന്നുമല്ല, നേരത്തെ സ്വാഗത പ്രസംഗത്തിന് സഖാവ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മറ്റു പല എംഎൽഎമാരും മന്ത്രിമാരും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ഈ തട്ടിപ്പുമായി നടത്തിയ ഒരാളുടെ പേരോ ഫോട്ടോയോടൊപ്പം അതുകൂടി ഉണ്ടല്ലോ എന്ന നിഷ്കളങ്കമായ ചോദ്യം നമ്മുടെ ഇടയിലേക്കടക്കം തള്ളിവെക്കുന്ന ചില ആളുകളുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരവും ഇന്നത്തെ സമരം തന്നെ നൽകണം. കാരണം ആ 140 പേർ, മജീദ് കാന്തപുരം അടക്കമുള്ള 140 പേർ വ്യത്യസ്തങ്ങളായ ഫോട്ടോകളിലൂടെ പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്ന രീതിയിലുള്ള ഫ്ലക്സുകളിലൂടെയൊക്കെ ആരോപണ വിധേയരാണ്. തുല്യമായി ഇതിലൊക്കെ പങ്കുപറ്റിയവരാണ്. നജീബും അദ്ദേഹത്തെ തെറ്റേ ചെയ്തുന്നു എന്ന് ന്യായീകരണം നിരത്തുന്നവരുടെ മുന്നിൽ നമുക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് മറ്റ് 139 എംഎൽഎമാരും ഇന്നലെ വിശദീകരണവുമായി വരാഞ്ഞതും നജീബ് കാന്തപുരം മാത്രം അതിന് വിശദീകരണം പറയേണ്ടി വന്നതുമെന്ന് ആലോചിച്ച് നോക്കണം. അതല്ലേ ഇന്നലെ ഉണ്ടായത്? വേറെ ഏതെങ്കിലും ഒരു എംഎൽഎ പത്രക്കാരെ വിളിച്ചുകൂട്ടി ഇത് ഞാനും കൂടി ഇരയാക്കപ്പെട്ടതാണ് എന്ന് വിളിച്ചു പറയേണ്ടി വന്നില്ല. കാരണം എന്താ? അവരൊക്കെ ഈ പരിപാടിയുടെ ഭാഗമായി സഹകരിച്ചു. ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിൽ അവർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉപകാര പ്രവർത്തനമെന്ന് അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടപ്പോ അതിന്റെ ഭാഗമായി പോയി. അത് ആർക്കും പരിശോധിച്ചാൽ മാത്രം മതിയായി തെളിയുന്ന വസ്തുതയാണ്. പക്ഷെ എന്താ നജീബിന്റെ പ്രത്യേകത? നജീബിന്റെ പ്രത്യേകത ഇവിടെയുള്ള പോലീസുകാരും കൂടി കേൾക്കണം, സകല നാട്ടുകാരും കൂടി കേൾക്കണം. നജീബിന്റെ പ്രത്യേകത 1000 കോടി തട്ടിയെടുത്ത അനന്തകൃഷ്ണൻ 1000 കോടിയുടെ തട്ടിപ്പിന് ഈ കേരളത്തിൽ മാർക്കറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ച അനന്തകൃഷ്ണൻ സകല മനുഷ്യരെയും സമീപിച്ച്, ഭരണത്തിലിരിക്കുന്നവരെയും ജനപ്രതിനിധികളെയും സമീപിച്ച് തന്റെ തട്ടിപ്പിന് ഒരു സാധൂകരണം തേടുന്ന വിധം, ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കുന്ന വിധം നടത്തിയ 1.5 വർഷക്കാലത്തെ ഒരു ഹോംവർക്ക് ഉണ്ട്, ഒരു ഗൃഹപാഠമുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള സ്രോതസ് CSR എന്ന് പറയുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഫണ്ടുകൾ, കമ്പനികളുടെ വിവിധങ്ങളായിട്ടുള്ള ആ ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ഫണ്ടുകൾ എന്നുള്ള അർത്ഥത്തിൽ CSR എന്ന വാക്കുപയോഗിച്ച് നടത്താനുള്ള സംവിധാനങ്ങൾ കമ്പനികൾക്കുള്ളിൽ തന്നെയുണ്ട്. ആ ഫണ്ട് കൂടി ചേർത്ത് ജനങ്ങളിൽ നിന്ന് കൈപ്പറ്റുന്ന ഫണ്ട് പകുതിയാക്കി ചുരുക്കിയാൽ അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളും സൗജന്യങ്ങളും നൽകാം. ഇതായിരുന്നു അയാളുടെ തട്ടിപ്പ്. ആ തട്ടിപ്പിന് അയാൾ നിലമൊരുക്കാൻ വേണ്ടി കേരളത്തിലെ സകല മനുഷ്യരെയും പ്രധാനപ്പെട്ട ആളുകളെയും ഒക്കെ സമീപിച്ചു. അവരൊക്കെ ഈ തട്ടിപ്പിന്റെ പിന്നാമ്പുറ കഥകൾ അറിയുന്നത് ഇപ്പോൾ മാത്രമാണ്. അവർ ധരിച്ചത് CSR ഫണ്ട് വാങ്ങിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ നിയമപരമായി തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന് കടലാസ് രേഖകളുടെ പുറത്തൊക്കെ തെളിയിച്ച ഒരാളുടെ അയാളിലൂടെ നമ്മുടെ നാട്ടിലെ 10 പേർക്കെങ്കിൽ 10 പേർക്ക് ഒരു ഉപകാരമുണ്ടാവുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്നേ വിചാരിച്ചുള്ളൂ. പക്ഷേ നജീബ് കാന്തപുരം എന്ന് പറയുന്ന MLA അതിസമർത്ഥമായി ഒരു കാര്യം തീരുമാനിച്ചു. കേരളം മുഴുവൻ അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തിക്കോട്ടെ, കേരളം മുഴുവൻ അനന്തകൃഷ്ണൻ കാട്ടുകള്ളനായി കൊള്ള നടത്തിക്കോട്ടെ, പെരിന്തൽമണ്ണയിൽ ഒരു കൊള്ളക്കാരൻ മതി, ഒരു കാട്ടുകള്ളൻ മതി, ഒരു തട്ടിപ്പിന് മതി എന്ന് അനന്തു വന്ന് ഈ ബിസിനസ് പ്രപ്പോസൽ, ഞാൻ ഈ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കുക,
ഈ ബിസിനസ് പ്രപ്പോസൽ വെച്ചപ്പോ തന്നെ നജീബ് മഴ പറയാൻ സാധിച്ചു. നജീബിന് മാത്രമായിരുന്നു ആ ഘ്രാണശക്തി. ഏത് മൃഗത്തിലാണെന്ന് ഞാൻ പച്ചയ്ക്ക് പറയുന്നില്ല. നാട്ടുകാരത് വിളിച്ചോളും ആ പേര്. അത് വഴിയെ